ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. യെസ്, നിങ്ങൾ കാണുന്ന പോലെ തന്നെ സ്റ്റഡി പ്ലാൻ വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് പോലെ തന്നെ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ് ഈ ഒരു പ്ലാനിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ റിലാക്സ്ഡ് ആണെങ്കിലും നിങ്ങൾക്ക് 7 hours കംപ്ലീറ്റ് ആയിട്ട് പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഞാൻ റിലാക്സ്ഡ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ എക്സാംസ് ഒക്കെ ഉണ്ട്, പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ LDCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ടൈം ടേബിൾ അല്ല കേട്ടോ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വേറെ തന്നെ ഒരു ടൈം ടേബിൾ, കാരണം നമുക്ക് വേറെ ലിജർ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ അവിടെ പറ്റില്ല. ഇവിടെ നമ്മൾ എല്ലാ കാര്യങ്ങളും ലൈഫിൽ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വേണം, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനാണ് ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. കാരണം ഞാൻ ഇതിന് മുന്നേ UPSCക്ക് പ്രിപ്പയർ ചെയ്ത സമയത്ത് ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് വർക്കൗട്ട് ആയൊരു പ്ലാനാണ്. എനിക്ക് കുറച്ചും കൂടി സ്ട്രെസ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് ഞാൻ ഈ പ്ലാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് മൺഡേ ആണ് ആസ് യൂഷ്വൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഞാൻ എങ്ങനെയൊക്കെ അലോട്ട് ചെയ്ത്, ഞാൻ ജസ്റ്റ് ടൈമിംഗ് മാത്രമല്ല കൊടുത്തിട്ടുള്ളത്, സബ്ജക്ട്സും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം വേക്കപ്പ് ടൈം കാണാം. ഫസ്റ്റ് സ്റ്റഡി സെഷൻ ഞാൻ കൊടുത്തിട്ടുള്ളത് 6 to 7 വരെയാണ്, അത് സയൻസ് ആണ്. പിന്നെ 7 to 8 വരെ ന്യൂസ് പേപ്പർ പ്ലസ് CA, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CA ഒരിക്കലും നമ്മൾ വിട്ട് കളയരുത്. കാരണം അത് മോർണിംഗ് ടൈമിൽ ന്യൂസ് പേപ്പർ വായിച്ച് CA അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞിട്ട് 8 to 10:30 എന്ന് പറയുന്ന ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്കാണ്. അതിപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആണെങ്കിലൊക്കെ നമുക്ക് ഫുഡൊക്കെ നമ്മൾ തന്നെ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫുഡ് പ്രിപ്പറേഷൻ പ്ലസ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് വരാനാണ് ആ ഒരു ടൈം ഞാൻ കൊടുത്തിട്ടുള്ളത്. 8 to 10:30 വരെ ഉണ്ട്. പിന്നെ 10:30 to 12 നെക്സ്റ്റ് സെഷനാണ്. അതിൽ മാത്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തത്. കാരണം ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ പണിയൊക്കെ എടുത്ത് കുറച്ച് ടയേർഡ് ആവും. അപ്പോൾ മാത്സ് പഠിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്, ബ്രെയിൻ ഒന്നുകൂടി ആക്റ്റീവ് ആവാൻ പറ്റും. പിന്നെ അതിനുശേഷം 12 to 2 എന്ന് പറയുന്ന ലഞ്ച് ബ്രേക്കാണ്. അവിടെയും നിങ്ങൾക്ക് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാനുള്ള ടൈമുണ്ട്. അത് കഴിഞ്ഞിട്ട് 12 to 3 സ്ലീപ്പിംഗ് അല്ലെങ്കിൽ റെസ്റ്റ് ടൈമാണ്. നമുക്ക് റെസ്റ്റ് എടുക്കാം, ഉറങ്ങാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഉറങ്ങുകയും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 3 to 4:30 വരെ ലാംഗ്വേജസ് ആണ്. അതിൽ മലയാളം, ഇംഗ്ലീഷ്, നിങ്ങൾക്ക് വേണേൽ IT കൂടി ഇൻക്ലൂഡ് ചെയ്യാം. കാരണം 1.5 hours ഉണ്ട്. അപ്പം 30 minutes ഫോർ ഈച്ച്, അതായത് ഇംഗ്ലീഷ്, മലയാളം ആൻഡ് IT അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈവനിങ് ആണ് ഈ വാഷിങ്ങും ബേതിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഷവറൊക്കെ എടുക്കണമെങ്കിൽ ആ സമയത്ത് എടുക്കാം. ഒരു 1 hour ടൈം ഉണ്ട്. പിന്നെ 5:30 to 7:30 PM എന്ന് പറയുന്നത് ലൈക്ക് ഫാമിലി ടൈം പ്ലസ് ഡിന്നർ ആണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇപ്പോൾ മൺഡേന്ന് ട്യൂസ്ഡേയിലേക്ക് മാറിയിട്ടുണ്ട്. മൺഡേയും ട്യൂസ്ഡേയും സെയിം ടൈം ടേബിൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഡീറ്റെയിലിങ്സ് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 7 to 8 എഗെയിൻ നമുക്ക് ഫാമിലി ടൈമും ഡിന്നറും ഒക്കെ നമ്മൾ ആ ടൈമിൽ കഴിഞ്ഞെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ വാച്ചിങ് TV അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നും നമുക്ക് ലൈഫിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം അത് പക്ഷേ നമ്മൾ റിസ്ട്രിക്റ്റ് ചെയ്യാൻ പഠിക്കണം. അപ്പം ജസ്റ്റ് 1 hour സോഷ്യൽ മീഡിയ ടൈം, അല്ലെങ്കിൽ TV ആണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ മൂവി, എന്താണെങ്കിലും 1 hour റെസ്ട്രിക്റ്റ് ചെയ്ത്. പിന്നെ 8 to 10 എഗെയിൻ നമ്മൾ GK പഠിക്കുന്നു 2 hours. പിന്നെ ബെഡ് ടൈം ആണ് 10-ന്. ഇനി നിങ്ങൾക്ക് നൈറ്റ് ബെഡ് ടൈം എക്സ്റ്റെൻഡ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്താൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അവിടെ ബോണസ് ആയിട്ട് എക്സ്ട്രാ ടൈം കിട്ടും. ഇനിയാണ് നമ്മുടെ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് വെൻസ്ഡേ. അപ്പോൾ യൂഷ്വലി എല്ലാവരും പ്ലാൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് 5 days കണ്ടിന്യൂസ് അറ്റ് സ്ട്രെച്ച് പഠിച്ചിട്ട് പിന്നെയാണ് റിവിഷൻ കൊടുക്കുന്നത്. ഞാനിവിടെ അങ്ങനെയല്ല കൊടുത്തിട്ടുള്ള, ഡിഫറെൻ്റ് ആയിട്ടാണ് എൻ്റെ പ്ലാൻ വരുന്നത്. മൺഡേ ട്യൂസ്ഡേ അറ്റ് സ്ട്രെച്ച് സെയിം ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിക്കും. അത് കഴിഞ്ഞിട്ട് വെൻസ്ഡേ കാണുന്ന പോലെ തന്നെ റിവിഷൻ പ്ലസ് SCRT അല്ലെങ്കിൽ NCRT പ്ലസ് NCRT ആണ് ഇപ്പോൾ വേണ്ടത്. പിന്നെ ഗൈഡ് സ്റ്റഡിയും കൂടിയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന പോലെ തന്നെ തേഴ്സ്ഡേ ഫ്രൈഡേ സെയിം ടൈം ടേബിൾ ഫോളോ ചെയ്യും. പിന്നെ സാറ്റർഡേ വീണ്ടും റിവിഷൻ, SCRT NCRT പിന്നെ ഗൈഡ്, നമ്മുടെ റാങ്ക് ഫയൽ ഉണ്ടല്ലോ അതിൻ്റെ സ്റ്റഡിയും കൂടിയാണ് ഞാൻ ആ റിവിഷനിൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏത് ടോപ്പിക്കാണോ പഠിച്ചത് ആ ടോപ്പിക്, ഫോർ എക്സാമ്പിൾ GKയിൽ ഇപ്പം നമ്മൾ പഠിച്ചത് ഇമ്പോർട്ടൻറ്റ് ലോസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ ഏത് ടോപ്പിക് ആണെങ്കിലും ആ ടോപ്പിക്ക് നമ്മുടെ ഗൈഡിൽ ഉണ്ടാവുമല്ലോ. പിന്നെ SCRT ചാപ്റ്റേഴ്സിലുണ്ടാവും. അത് നമ്മൾ റിവൈസ് ചെയ്യും. അതാണ് ഞാൻ ഈ 2 ഡേയ്സിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ സൺഡേ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്കൊരു ഓഫ് ഡേ ആണ്. പക്ഷേ നമ്മളൊന്നും പഠിക്കാതെ വിടുന്നത് ശരിയല്ലല്ലോ. സോ ഒരു OMR ടെസ്റ്റ് നമുക്ക് ചെയ്യാം ആ സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം ഇത് കൂടാതെ കിട്ടുന്നുണ്ടെങ്കിൽ ബാക്കി ഡേയ്സിലൊക്കെ മോക്ക് ടെസ്റ്റ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ പഠിക്കുന്ന സമയത്ത്. അല്ലാതെ സൺഡേ OMR ടെസ്റ്റും അതിൻ്റെ അനാലിസിസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടോട്ടലി ഫ്രീ ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. താങ്ക് യു സോ മച്ച്.